കാട്ടിൽക്കടവ് പാലത്തിന്റെ ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കും. കരുനാഗപ്പള്ളി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ കാട്ടിൽക്കടവിനെയും ആലപ്പാട് ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് TS കനാലിന് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത്. 2017 20 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നത്. എൻ്റെ കുഞ്ഞുനാൾ മുതലേ കാട്ടിക്കടയിൽ പാലം വരിക. ആദ്യം വന്ന പാലം ഇവിടെ ആലപ്പാട്ട് പിടിക്കാനാകെ ഈ കാശില്ലാത്തതുകൊണ്ട് ഭണ്ഡാരത്തുരുത്തുകാർ പിടിച്ച് പണിക്കൊരു കടവ് പാലമാണ്. രണ്ടാമത്തെ പാലം അതും ഇതുപോലെ തന്നെ ആലപ്പാട്ട് വന്ന പാലമാണ്. ചെറിയടിക്ക കല്ലുമുട്ടി പാലമാണ്. കുറേ വർഷം കൊണ്ട് വീണ്ടും ഇവിടെ പാലം മണ്ണ് പരിശോധിക്കുന്നു, കാല് പരിശോധിക്കുന്നു, നേരത്തിന് കല്ലിട്ട് ഒന്നും നടക്കുന്നില്ല. എനിക്ക് ചാകുന്നതിന് മുമ്പ് ഈ പാലത്തിലൊന്ന് കയറണമെന്ന് വലിയൊരാഗ്രഹം. നടക്കുമോയെന്ന് എല്ലാവരും പറയുന്നത് നടക്കത്തില്ലെന്ന്. പക്ഷെ എനിക്കൊന്ന് കയറണം. ഇതുപോലെ ഒന്ന് കാത്തു കിടക്കണ്ടല്ലോ, നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എളുപ്പം പോയി വരാമല്ലോ എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. കരുനാഗപ്പള്ളി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ കാട്ടിൽക്കടവിനെയും ആലപ്പാട് ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന TS കനാലിന് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത്. ഇതിന്റെ ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കും. 2017 20 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണത്തിന് അനുവദിച്ചിരുന്നത്. തുടർന്ന് മണ്ണ് പരിശോധനയുടെയും മറ്റും അടിസ്ഥാനത്തിൽ സാമ്പത്തിക അനുമതി ഉയർത്തിയിരുന്നു. ജലപാതയിലൂടെ മത്സ്യബന്ധന ബോട്ടുകൾക്കും മറ്റ് യാനങ്ങൾക്കും കടന്നുപോകുന്നതിന് 7 മീറ്റർ ഉയരം വേണം. ഇതിനാൽ പാലത്തിന്റെ ഉയരം നിലവിലുള്ള 6 മീറ്ററിൽ നിന്ന് 7 മീറ്ററായി ഉയർത്തിയും 55 മീറ്റർ ക്ലിയർ സ്പാൻ വരുന്ന തരത്തിലും TS കനാലിന് കുറുകെ ബോസ്ട്രിംഗ് മാതൃകയിൽ പാലത്തിന്റെ സെൻട്രൽ സ്പാൻ രൂപരേഖ പുതുക്കി പരിഷ്കരിച്ച് സമർപ്പിച്ചു. കാട്ടിൽക്കടവ് ഭാഗത്ത് 25 മീറ്റർ വരുന്ന 3 സ്പാനുകളും 12.5 മീറ്റർ വരുന്ന 3 സ്പാനുകളും നിർമ്മിച്ച് നീളം പരമാവധി റോഡിൽ എത്തുന്ന തരത്തിലാണ് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 25 മീറ്റർ ഭാഗത്ത് നീളത്തിൽ 3 സ്പാനുകളും 12.5 മീറ്റർ നീളത്തിൽ 6 സ്പാനുകളും നിർമ്മിച്ച് തീരദേശ റോഡിലേക്ക് എത്തിക്കുന്നതിനും ഭേദഗതി വരുത്തി. റോഡ് നിർമ്മാണത്തിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് ഓട കടന്നു പോകുന്നതിനാൽ ഇൻലാൻഡ് നാവിഗേഷന്റെ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് മുൻനിർത്തി വീണ്ടും 2 മീറ്റർ ഉയരത്തിലും 15 മീറ്റർ നീളത്തിലും അധികമായി പാലം നിർമ്മിക്കുന്നതിന് എസ്റ്റിമേറ്റ് പരിഷ്കരിച്ചിട്ടുണ്ട്. പാലം നിർമ്മാണത്തിന് കാലതാമസം നേരിട്ടതിനെ തുടർന്ന് CR മഹേഷ് MLA യോഗം വിളിച്ചു ചേർത്ത് എസ്റ്റിമേറ്റിൽ ഭേദഗതി വരുത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. കുലശേഖരപുരം പഞ്ചായത്തിനെയും ആലപ്പാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഏറെ വർഷക്കാലമായി ആ പ്രദേശത്തെ ആളുകളുടെ ആവശ്യവും അവരുടെ പരാതിയുമായിരുന്നു കാട്ടിക്കടവ് പാലത്തിന് 40 കോടി രൂപയുടെ അനുവാദം കിഫ്ബി നൽകിയിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ പാലത്തിന് 20 കോടി രൂപയാണ് അനുവദിച്ചത്. ആ പാലത്തിന് അനുവദിച്ച പണം കൊണ്ട് അത് പൂർത്തിയാകാതെ അതിന് തികയാതെ വന്നു. കാരണം ദേശീയ ജലപാത വരുന്നതോടുകൂടി വലിയ യാനങ്ങൾ, ഉയരം കൂടിയ യാനങ്ങൾക്ക് കൂടി അതിലെ കടന്നു പോകേണ്ടതുകൊണ്ട് പാലത്തിന് പൊക്കം കൂട്ടണം എന്നൊരു നിർദ്ദേശം വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ പഴയ എസ്റ്റിമേറ്റ് മാറ്റുകയും പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം കുറച്ചുകൂടി ഏതാണ്ട് ഇരട്ടിയോളം തുക അധികമായി അനുവാദം വാങ്ങിയെടുക്കേണ്ടതായിട്ട് വന്നു. ഇനി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇതിന്റെ ടെൻഡർ നടപടികളിലേക്ക് കടക്കാനാവും. അതിനുശേഷം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി സമയബന്ധിതമായി വളരെ വേഗത്തിൽ തീർക്കാൻ കഴിയും. 44.49 കോടി രൂപയുടെ അന്തിമ ഭരണാനുമതിക്കായി കിഫ്ബിയിൽ പദ്ധതി സമർപ്പിച്ചു. കിഫ്ബി പദ്ധതി പ്രകാരമുള്ള 35 എക്സിക്യൂട്ടീവ് പ്രോജക്ട് ഫയലുകൾ ലഭിക്കാൻ കാലതാമസം നേരിടുന്നതിനാൽ അടിയന്തരമായി ടെൻഡർ നടപടികൾ ആരംഭിക്കണമെന്ന് MLA കത്ത് നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ നവംബർ 30 കിഫ്ബി എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഡിസൈൻ വിഭാഗത്തിലെ രേഖകൾ ജനുവരി 30 സമർപ്പിക്കണമെന്നും ബാക്കി രേഖകൾ CMD നൽകണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാട്ടിൽക്കടവ് മേൽപ്പാല നിർമ്മാണം ടെൻഡർ ചെയ്യുന്നതിന് കിഫ്ബി എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചത്. ഒരുപാട് സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ കൃത്യമായ റിവ്യൂ മീറ്റിംഗിലൂടെ ഫോളോ അപ്പിലൂടെ ഇത് വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തനവും വളരെ വേഗത്തിൽ നമുക്ക് തീർക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുക. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.